ഹലോ സ്റ്റുഡൻസ്, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ബോണ്ട് പാരാമീറ്റേഴ്സ് എന്നറിയപ്പെടുന്ന വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ അങ്ങോട്ട് പഠിച്ചു പോകുന്നതനുസരിച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ചില ബേസിക് ടേമുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അവരെ നമ്മൾ പൊതുവെ ബോണ്ട് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. ബോണ്ട് പാരാമീറ്റേഴ്സ് പ്രധാനമായും 4 തരത്തിലാണ്. അത് ബോണ്ട് ലെങ്ത്, അതുപോലെ തന്നെ ബോണ്ട് ആംഗിൾ, അതുപോലെ തന്നെ ബോണ്ട് എനർജി, പിന്നെ ബോണ്ട് ഓർഡർ. ഇങ്ങനെ 4ആയിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്കതിന്റെ ഡെഫിനിഷൻ പാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഇങ്ങനെ 4 പാരാമീറ്റേഴ്സ്: ബോണ്ട് ലെങ്ത്, അതുപോലെ തന്നെ ബോണ്ട് ആംഗിൾ, ബോണ്ട് എനർജി, അതുപോലെ തന്നെ ബോണ്ട് ഓർഡർ. ഓക്കെ, നമുക്കിവിടെ ബോണ്ട് ലെങ്ത് എന്താണെന്ന് നോക്കാം. ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിലെ 2 ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 ആറ്റങ്ങൾ എടുക്കുക. ആ ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെ നമ്മൾ ഒരു ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ആ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പൊതുവെ ബോണ്ട് ലെങ്ത് എന്നറിയപ്പെടുന്നത്. സോ ബോണ്ട് ലെങ്ത് ഈസ് ദ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ ഓഫ് 2 ബോണ്ടഡ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിനെ ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ 2 ആറ്റങ്ങളുടെ ഏറ്റവും സ്റ്റേബിൾ പൊസിഷൻ, സ്റ്റേബിൾ സ്റ്റേറ്റിലുള്ള ആ പൊസിഷനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിൽ അവർ തമ്മിലുള്ള ന്യൂക്ലിയസുകളുടെ ആ ഒരു ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് ആയി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം അതെന്താണെന്ന്. ഇവിടെ ഇതൊരു കോവാലന്റ് മോളിക്യൂൾ ആണെന്നിരിക്കട്ടെ. അതിൽ 2 ആറ്റങ്ങളുണ്ട്. അതിന്റെ ന്യൂക്ലിയസുകൾ തമ്മിൽ ഉള്ള അകലം ഇത്രയുമാണെന്നിരിക്കട്ടെ, ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. അപ്പോൾ 2 ആറ്റങ്ങളാണ് ഈ 2 സർക്കിളുകളെ കാണിച്ചിരിക്കുന്നത്. അവരുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ടോട്ടൽ ദൂരമാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഈ സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ, ആ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ബോണ്ട് ലെങ്തിന്റെ ഹാഫ് എടുക്കുമ്പോൾ, ഇതിപ്പോൾ ഒരു കോവാലന്റ് മോളിക്യൂൾ ആണെങ്കിൽ അതിന്റെ പകുതിയാണെങ്കിൽ കോവാലന്റ് റേഡിയസ് ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അത് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് കോവാലന്റ് റേഡിയസ് അല്ല നമ്മൾ പഠിക്കുന്നത്, ഇവിടെ ബോണ്ട് ലെങ്ത് ആണ്. അപ്പം 2 ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 ആറ്റങ്ങൾ, അവരുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ്, ആ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഉദാഹരണത്തിന് നമ്മൾ ക്ലോറിൻ മോളിക്യൂളിനെ പരിഗണിക്കുന്നു. അപ്പൊ 2 ക്ലോറിൻ ആറ്റങ്ങൾ, സപ്പോസ് ഇത് 2 ക്ലോറിൻ ആറ്റങ്ങളാണെന്നിരിക്കട്ടെ. അവരുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണിത്. അവർ തമ്മിൽ ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ട്. ആ ഒരു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കൃത്യമായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട് 198 പൈക്കോമീറ്റർ. ഇതാണ്. അപ്പൊ 2 ക്ലോറിൻ ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് 198 പൈക്കോമീറ്റർ ആണ്. അതാണ് ക്ലോറിൻ മോളിക്യൂളിന്റെ ബോണ്ട് ലെങ്ത് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഹൈഡ്രജൻ മോളിക്യൂൾ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ, അഥവാ ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ ഒരു സിംഗിൾ ബോണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ സിംഗിൾ ബോണ്ടിന്റെ ബോണ്ട് ലെങ്ത് 74 പൈക്കോമീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് 74 പൈക്കോമീറ്റർ ആണ്. അതാണ് അവിടുത്തെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇങ്ങനെ പറയാം, ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ അതിന് ഉദാഹരണങ്ങളായിട്ട് പറയാം. ക്ലോറിന്റെ കേസിൽ 198 പൈക്കോമീറ്റർ, ഹൈഡ്രജന്റെ കേസിൽ 74 പൈക്കോമീറ്റർ. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ കാർബൺ കാർബൺ ബോണ്ട് ലെങ്ത്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ലെങ്ത് ഒക്കെ പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരു കാർബണും മറ്റൊരു കാർബണും തമ്മിലുള്ള സിംഗിൾ ബോണ്ട് ലെങ്തിനെ 153 പൈക്കോമീറ്റർ എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഇതേപോലെ തന്നെ നമുക്ക് ഡബിൾ ബോണ്ടിന്റെയും ട്രിപ്പിൾ ബോണ്ടിന്റെയും ഒക്കെ ബോണ്ട് ലെങ്ത് വാല്യൂസ് പറയാൻ പറ്റും. ഏകദേശം കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന്റെ ബോണ്ട് ലെങ്ത് 133 പൈക്കോമീറ്റർ എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഈ രീതിയിൽ തന്നെ നമുക്ക് ബോണ്ട് ലെങ്തുകൾ, ആറ്റങ്ങൾക്കിടയിലെ ബോണ്ട് ലെങ്ത് പറയാൻ പറ്റും. അപ്പം 2 ആറ്റങ്ങൾ പരസ്പരം ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിനെയാണ് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ബോണ്ട് ആംഗിൾ എന്താണെന്ന് നോക്കാം. ഒരു മോളിക്യൂളിനെ സംബന്ധിച്ച് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഓർബിറ്റൽസ് കണ്ടെയ്നിങ് ബോണ്ടിങ് ഇലക്ട്രോൺ പെയർസ് അറൌണ്ട് ദ സെൻട്രൽ ആറ്റം ഇൻ എ മോളിക്യൂൾ. അതായത് ഒരു മോളിക്യൂൾ നമ്മൾ എടുക്കുന്നു. ആ ഒരു മോളിക്യൂളിൽ ഒരു സെൻട്രൽ ആറ്റം ഉണ്ടായിരിക്കും. ആ സെൻട്രൽ ആറ്റത്തിൽ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഓർബിറ്റലുകളിൽ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ആ ഓർബിറ്റലുകൾ, ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ഓർബിറ്റലുകൾ തമ്മിലുള്ള ആംഗിൾ ഓഫ് സെപ്പറേഷൻ, ആ ഒരു സെപ്പറേഷനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ബോണ്ട് ആംഗിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം.
വാട്ടറിന്റെ കേസിൽ വാട്ടറിന് ഒരു വി ഷേപ്പാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഓക്സിജൻ, അതിൽ നിന്ന് 2 ഹൈഡ്രജൻ. ഇവിടെ ഓക്സിജനിൽ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ ബോണ്ടിങ് ഇലക്ട്രോൺസ്, ഇവിടുത്തെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അപ്പൊ സെൻട്രൽ ആറ്റത്തിന്റെ ബോണ്ടിങ് ഇലക്ട്രോൺ പെയറുകൾ, അഡ്ജസന്റ് ആയിട്ടുള്ള ബോണ്ടിങ് ഇലക്ട്രോൺ പെയറുകൾ തമ്മിലുള്ള ആംഗിൾ ഓഫ് സെപ്പറേഷൻ, ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ബോണ്ട് ആംഗിൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് 104.5 ഡിഗ്രിയാണ്. അപ്പൊ നമ്മളിവിടെ ബോണ്ട് ആംഗിൾ ഇവിടെ പറയുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രിയിലാണ് നമ്മൾ ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. റേഡിയനും ഡിഗ്രി ഉണ്ട്. അവിടെ നമ്മൾ കെമിസ്ട്രിയിൽ ബോണ്ട് ആംഗിൾ പറയാൻ വേണ്ടി നമ്മൾ ഡിഗ്രി എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് എടുക്കുന്നത്. സോ ദ ബോണ്ട് ആംഗിൾ ഓഫ് വാട്ടർ ഈസ് 104.5 ഡിഗ്രി. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള എക്സാമ്പിളിലേക്ക് പോവാം. നമ്മളിവിടെ അമോണിയ എന്ന് പറഞ്ഞ മോളിക്യൂളിനെ എടുക്കുന്നു. അമോണിയക്കകത്ത് നമുക്കറിയാം 3 ഹൈഡ്രജൻ ആറ്റങ്ങൾ. അമോണിയയിൽ നൈട്രജനിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഷേപ്പിനെ നമുക്ക് പിരമിഡൽ ഷേപ്പ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ബോണ്ട് ആംഗിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഏകദേശം 107 ഡിഗ്രി എന്ന് കാണാൻ പറ്റും. അപ്പം ഒരു മോളിക്യൂളിന്റെ സെൻട്രൽ ആറ്റത്തിലെ അടുത്തടുത്തുള്ള ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണുകൾ തമ്മിലുള്ള ആ ആംഗിളിനെയാണ് നമ്മൾ ബോണ്ട് ആംഗിൾ കൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മോളിക്യൂളിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ജോമെട്രി മാറുന്നതനുസരിച്ച് നമുക്ക് ബോണ്ട് ആംഗിളിലും വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇപ്പൊ വാട്ടറിന്റെ കേസിൽ വാട്ടറിന്റെ ഷേപ്പിനെ നമ്മൾ വി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് എന്നാണ് പറയുന്നത്. നമ്മൾ അമോണിയയുടെ കേസിലേക്ക് വരുമ്പോൾ അതിന് പിരമിഡൽ ജോമെട്രിയാണ് അല്ലെങ്കിൽ ഷേപ്പാണ്. അപ്പം ഷേപ്പ് മാറുന്നതനുസരിച്ച് അവിടുത്തെ ബോണ്ട് ആംഗിളിൽ വ്യത്യസ്തത ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഓർബിറ്റൽസ് കണ്ടെയ്നിങ് ബോണ്ടിങ് ഇലക്ട്രോൺ പെയർസ് ഇൻ എ മോളിക്യൂൾ. അതാണ് നമ്മൾ പറയാൻ പറ്റുന്നത്. അപ്പൊ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും നിൽക്കുന്ന ബോണ്ടിങ് ഇലക്ട്രോൺ പെയറുകൾ തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ പൊതുവെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ഉദാഹരണങ്ങൾ അതിന് നമുക്ക് പറയാൻ പറ്റും. വാട്ടറിന്റെ കേസിൽ അതിന്റെ ഷേപ്പ് വി ഷേപ്പാണ്, അതിനെ നമുക്ക് ബെൻഡ് ഷേപ്പ് എന്നും പറയാം. അമോണിയയുടെ കേസിൽ അതിന്റെ ഷേപ്പ് പിരമിഡൽ ജോമെട്രിയാണ്. ഓക്കെ, അടുത്തായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബോണ്ട് എനർജിയെ പറ്റിയാണ്. ബോണ്ട് എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പരസ്പരം ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 ആറ്റങ്ങൾ. നമ്മളിപ്പോൾ ഒരു കണക്കായിട്ട് പറയുമ്പോൾ അത് 1 mole ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബോണ്ട് ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ്. അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എനർജിയാണ് നമ്മൾ ബോണ്ട് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ബോണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 mole ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബോണ്ട് ബിറ്റ്വീൻ 2 ആറ്റംസ് ഇൻ ഗ്യാസ് ഫേസ് ഓർ ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് പറയാം ഗേഷ്യസ് സ്റ്റേറ്റിൽ 1 mole ബോണ്ട് എടുക്കുന്നു. 2 ആറ്റങ്ങൾ തമ്മിലുള്ള 1 mole ബോണ്ട് കൺസിഡർ ചെയ്യുന്നു. അതിപ്പോൾ കോവാലന്റ് ബോണ്ടോ അയോണിക് ബോണ്ടോ എന്ത് വേണമെങ്കിലും ആകാം. ആ 1 mole ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഊർജ്ജം അല്ലെങ്കിൽ എനർജിയാണ് നമ്മൾ ബോണ്ട് എനർജി എന്ന് പറയുന്നത്. ബോണ്ട് എനർജിയുടെ യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ എന്നാണ്. ബോണ്ട് എനർജിക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ മോളിക്യൂൾ എടുക്കുന്നു. ഹൈഡ്രജൻ മോളിക്യൂൾ എടുത്താൽ ഇവിടുത്തെ 1 mole കോവാലന്റ് ബോണ്ട്, 2 ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിലുള്ള 1 mole കോവാലന്റ് ബോണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഗേഷ്യസ് ഫേസിൽ തന്നെയാണ്. അവിടുത്തെ ബോണ്ട് എനർജി എന്ന് പറഞ്ഞാൽ കിലോ ജൂൾ പെർ മോളിൽ നമ്മൾ ഇത് എക്സ്പ്രസ് ചെയ്താൽ 1 mole ഹൈഡ്രജൻ മോളിക്യൂൾ എടുത്താൽ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 435.8 കിലോ ജൂൾ പെർ മോൾ എന്നാണ്. സോ ദിസ് ഈസ് ദ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓർ എനർജി വാല്യൂ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ. അപ്പൊ ഈ ബോണ്ട് എനർജിയെ നമുക്ക് ഇവിടെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്നും പറയാം. ബോണ്ടിനെ മുറിക്കുക, ഡിസോസിയേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ട് ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എനർജി, എൻതാൽപ്പി എന്ന് വേണമെങ്കിലും എനർജിയെ പറയാം. അപ്പൊ ബോണ്ട് എൻതാൽപ്പി എന്നും ബോണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 mole ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബോണ്ട് ബിറ്റ്വീൻ 2 ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ്. ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന 2 ആറ്റങ്ങൾ അല്ലെങ്കിൽ ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 ആറ്റങ്ങൾ, അത് 1 mole ബോണ്ട്, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബോണ്ട്, ഏത് തരത്തിലുള്ള ബോണ്ട് വേണമെങ്കിലും അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എനർജിയാണ് നമ്മൾ ബോണ്ട് എനർജി എന്ന് പറയുന്നത്. ഹൈഡ്രജന്റെ കേസിൽ അത് 435.8 കിലോ ജൂൾ പെർ മോൾ. അപ്പൊ കിലോ ജൂൾ പെർ മോൾ എന്ന് പറയുന്ന യൂണിറ്റിലാണ് ബോണ്ട് എനർജി എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, പറയാനുള്ളത് ബോണ്ട് ഓർഡർ എന്താണെന്നാണ്. ബോണ്ട് ഓർഡർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ 2 ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ടുകളുടെ എണ്ണം, ഒരു മോളിക്യൂളിലെ 2 ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ടുകളുടെ എണ്ണം, അതാണ് നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ 2 ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലെ 2 ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകളുടെ എണ്ണത്തെയാണ്, നമ്പറിനെയാണ് നമ്മൾ ബോണ്ട് ഓർഡർ എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഞാനത് ഉദാഹരണമായിട്ട് എടുക്കാം. ഞാൻ ഹൈഡ്രജൻ മോളിക്യൂൾ എടുത്താൽ 2 ഹൈഡ്രജൻ
രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ ഇടയിൽ, ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ ഇടയിൽ ഒരു സിംഗിൾ ബോണ്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവിടുത്തെ ബോണ്ട് ഓർഡർ എത്രയാണെന്ന് ചോദിച്ചാൽ 1 ആണ് ആൻസർ. അതുപോലെ നമ്മളൊരു ഓക്സിജൻ മോളിക്യൂളിനെ പരിഗണിക്കുകയാണെങ്കിൽ രണ്ട് ഓക്സിജൻ ആറ്റത്തിന്റെ ഇടയ്ക്ക് ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ അവിടുത്തെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 2 എന്ന് പറയും. അതുപോലെ നമ്മൾ നൈട്രജൻ മോളിക്യൂളിനെ എടുക്കുകയാണെങ്കിൽ രണ്ട് നൈട്രജൻ മോളിക്യൂളിന്റെ ഇടയിൽ 3 ബോണ്ടുകളെ കാണാൻ പറ്റും. There is a triple bond between 2 nitrogen atoms and therefore the bond order equal to 3. അപ്പം ഒരു മോളിക്യൂളിലെ രണ്ട് ആറ്റങ്ങൾക്കിടയിലെ ബോണ്ടുകളുടെ എണ്ണത്തെയാണ് നമ്മൾ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. ഈ ബോണ്ട് ഓർഡർ മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ പറയാം, ബോണ്ട് ഓർഡർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്റ്റെബിലിറ്റി ഓഫ് എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റിയുമായിട്ട് നേരിട്ടുള്ള ബന്ധമാണ് ബോണ്ട് ഓർഡർ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എഴുതാം, ബോണ്ട് ഓർഡർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ, ഇങ്ങനെ പറയാം. അതുപോലെ തന്നെ ബോണ്ട് ഓർഡറിന് ബോണ്ട് ലെങ്തുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്, അത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. സോ ബോണ്ട് ഓർഡർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് ഓഫ് എ മോളിക്യൂൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ബോണ്ട് ഓർഡർ കൂടുന്നതനുസരിച്ച് മോളിക്യൂളിന്റെ ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. ഇവിടെ നമുക്കൊന്ന് മനസ്സിലാക്കാം, ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും എടുക്കുമ്പോൾ ഇവിടെ നൈട്രജൻ ആണ് ബോണ്ട് ഓർഡർ ഈ 3 പേരിൽ കൂടുതൽ. അപ്പൊ നൈട്രജന്റെ ബോണ്ട് ഓർഡർ കൂടുന്നു, അപ്പൊ അതിന്റെ ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. അപ്പൊ ഈ രണ്ട് നൈട്രജൻ ആറ്റങ്ങളുടെ ഈ ട്രിപ്പിൾ ബോണ്ട്, ആ ബോണ്ട് ലെങ്ത് ഓക്സിജനെയും ഹൈഡ്രജനെയും അപേക്ഷിച്ച് കുറവായിരിക്കും. അപ്പം ഹയർ ദ ബോണ്ട് ഓർഡർ ലെസർ വിൽ ബി ദ ബോണ്ട് ലെങ്ത്. ആ ഒരു റിലേഷൻ ആണ് ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്തും തമ്മിൽ. അതുപോലെ സ്റ്റെബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ, മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റിയും ബോണ്ട് ഓർഡറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഈ 3 എണ്ണത്തിൽ നൈട്രജൻ ആണ് കൂട്ടത്തിൽ സ്റ്റേബിൾ എന്ന് നമുക്ക് പറയാം, കാരണം there is a triple bond between 2 nitrogen atoms. അപ്പോൾ higher the bond order, more will be the stability, but bond length decreases with the increase in bond order. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, ഐസോഇലക്ട്രോണിക് സ്പീഷീസുകളെ നമ്മൾ പരിഗണിക്കുന്നു. ഐസോഇലക്ട്രോണിക് സ്പീഷീസുകൾ എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആൻഡ് അയോൺസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ അങ്ങനെ ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ള സ്പീഷീസുകളെയാണ് നമ്മൾ ഐസോഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കേസിൽ ബോണ്ട് ഓർഡർ സെയിം ആയിരിക്കും. ഐസോഇലക്ട്രോണിക് സ്പീഷീസുകളിൽ അവരുടെ ബോണ്ട് ഓർഡർ സെയിം ആയിരിക്കും. നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മളിപ്പോൾ കാർബൺ മോണോക്സൈഡ് എടുക്കുന്നു. കാർബണിൽ 6 ഇലക്ട്രോൺ, ഓക്സിജനിൽ 8 ഇലക്ട്രോൺ, ടോട്ടൽ 14 ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ നമ്മൾ നൈട്രജൻ മോളിക്യൂളിനെ എടുത്താൽ 2 നൈട്രജൻ ആറ്റങ്ങളിലൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ ഇലക്ട്രോൺസ് 14 ആണ്. അപ്പൊ കാർബൺ മോണോക്സൈഡും നൈട്രജനും രണ്ടുപേരും ഐസോ ഇലക്ട്രോണിക് ആണ്. ഇവരുടെ രണ്ടുപേരുടെയും ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 3 തന്നെയാണ്. നൈട്രജന്റെ ബോണ്ട് ഓർഡർ 3 ആണ്. അപ്പൊ നൈട്രജനോട് ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡിന്റെയും ബോണ്ട് ഓർഡർ 3 തന്നെയാണ്. ഇവിടുന്ന് മനസ്സിലാക്കുന്നത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളുടെ ബോണ്ട് ഓർഡർ സെയിം ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഫ്ലൂറിൻ മോളിക്യൂളിനെ എടുക്കുന്നു, അതുപോലെ O2 അയോണിനെ എടുക്കുന്നു. O2 അയോൺ, ഇതാണ് പെറോക്സൈഡ് അയോൺ. അതുപോലെ തന്നെ F2 ഫ്ലൂറിൻ മോളിക്യൂൾ. ഇവരുടെ രണ്ടുപേരുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം 18 ഇലക്ട്രോണുകൾ വെച്ചാണ് ഈ 2 സ്പീഷീസുകൾക്ക് ഉള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇവരുടെ ബോണ്ട് ഓർഡർ സെയിം ആയിരിക്കും. അവരുടെ ബോണ്ട് ഓർഡർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളുടെ ബോണ്ട് ഓർഡർ സെയിം ആയിരിക്കും. അതുപോലെ ബോണ്ട് ഓർഡർ മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ ബോണ്ട് ലെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ സിമ്പിളായി നമുക്ക് ബോണ്ട് ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ 2 ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. അതാണ് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായി നമുക്ക് പഠിക്കാനുള്ളത് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. റെസൊണൻസ് സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒരു മോളിക്യൂളിനെ 2ൽ കൂടുതൽ സ്ട്രക്ചറുകളിൽ നമ്മൾ ഡ്രോ ചെയ്ത് വെക്കുന്നു, വരച്ചു വെക്കുന്നു. അപ്പൊ എന്തിനാണ് ഈ നമ്മൾ 2ൽ കൂടുതൽ സ്ട്രക്ചറുകളിൽ ഒരു മോളിക്യൂളിന്റെ ഫിഗർ വരച്ചു വെക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു മോളിക്യൂളിന് 2ൽ കൂടുതൽ സ്ട്രക്ചറുകൾ പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിലേ നമുക്ക് ആ മോളിക്യൂളിനെ കുറിച്ച് എല്ലാ അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വരച്ചു വെക്കുന്ന ഓരോ സ്ട്രക്ചറുകളെയുമാണ് നമ്മൾ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. റെസൊണൻസ് സ്ട്രക്ചേഴ്സ്, ഈ റെസൊണൻസ് സ്ട്രക്ചേഴ്സിനെ തന്നെ നമുക്ക് കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് എന്നോ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് എന്നോ പറയാൻ പറ്റും. ആ മോളിക്യൂളിന്റെ ഓരോ ഇൻഡിവിജ്വൽ സ്ട്രക്ചേഴ്സിനെ നമ്മൾ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് എന്നോ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് എന്നോ അല്ലെങ്കിൽ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്നോ പറയാൻ പറ്റും. അപ്പം നമ്മളവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, പിന്നെ ആ മോളിക്യൂളിന്റെ യഥാർത്ഥ സ്ട്രക്ചർ ഏതാണ്? വിച്ച് ഈസ് ദ ആക്ച്വൽ സ്ട്രക്ചർ ഓഫ് ദ മോളിക്യൂൾ. അപ്പൊ അതിങ്ങനെയാണ് പറയുന്നത്, ദ ആക്ച്വൽ സ്ട്രക്ചർ ഓഫ് ദ മോളിക്യൂൾ ഈസ് സെഡ് ടു ബി എ റെസൊണൻസ് ഹൈബ്രിഡ് ഓഫ് ദ പോസിബിൾ സ്ട്രക്ചേഴ്സ്. നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ റെസൊണൻസ് സ്ട്രക്ചേഴ്സിന്റെയും ഒരു ഓവറോൾ ഇഫക്റ്റ്, അതിനെയാണ് നമ്മൾ റെസൊണൻസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പൊ റെസൊണൻസ് ഹൈബ്രിഡ് ആണ് ആ പറയപ്പെടുന്ന മോളിക്യൂളിന്റെ യഥാർത്ഥ സ്ട്രക്ചർ എന്ന് പറയുന്നത്.
സോ നമുക്ക് റെസൊണൻസ് സ്ട്രക്ചേഴ്സിനെ അല്ലെങ്കിൽ റെസൊണൻസ് എന്ന് പറഞ്ഞ ഫിനോമിനെ ഇങ്ങനെ പറയാം, when a molecule cannot be represented by a single structure but its characteristics properties can be described by two or more structures, then the actual structure is said to be the resonance hybrid of these structures, these possible structures, and the individual structures are called resonance structures, and the actual structure is said to be a resonance hybrid of the possible structures. അപ്പോൾ ആ മോളിക്യൂളിന്റെ യഥാർത്ഥ സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചാൽ ഈ സാധ്യമായിട്ടുള്ള എല്ലാ റെസൊണൻസ് സ്ട്രക്ചറുകളുടെയും ഒരു ഓവറോൾ ഇഫക്റ്റ് ആണ്, അതിനെയാണ് നമ്മൾ റെസൊണൻസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ റെസൊണൻസ് ഹൈബ്രിഡ് ആണ് ആ മോളിക്യൂളിന്റെ യഥാർത്ഥ സ്ട്രക്ചർ. നമുക്കപ്പം ഒരു ഉദാഹരണത്തിലേക്ക് വരാം. നമുക്ക് ഓസോണിനെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. നമുക്കറിയാം ഓസോണിന്റെ ലൂയിസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഓസോണിന്റെ പോസിബിലിറ്റി 3 ഓക്സിജൻ ആറ്റംസ് നമ്മൾ ഓസോണിൽ കണ്ടിരുന്നു. അപ്പൊ നമ്മളിവിടെ ഡബിൾ ബോണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഡബിൾ ബോണ്ട് വന്നാലും റൈറ്റ് സൈഡിൽ ഡബിൾ ബോണ്ട് വന്നാലും ഒരേ പ്രാധാന്യം തന്നെയാണ്. നമ്മൾ അവിടെ അതിങ്ങനെ കൊടുക്കുന്നു. ഓസോണിന്റെ ഒരു സ്ട്രക്ചർ ഇതാണ്. അതുപോലെ തന്നെ ഓസോണിന് മറ്റൊരു സ്ട്രക്ചർ പോസിബിൾ ആണ്. അതിന്റെ സെക്കൻഡ് റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറയാം. റെസൊണൻസ് സ്ട്രക്ചറുകളെ തമ്മിൽ ഒരു ഡബിൾ ഹെഡഡ് ആരോ മാർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓസോണിന്റെ രണ്ടാമത്തെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഓസോൺ ഈ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഡബിൾ ബോണ്ട് ഇപ്പുറത്തും വരാം, ഈ രീതിയിൽ നമുക്ക് ഓസോണിന്റെ സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ സ്ട്രക്ചർ 1നെയും 2നെയും ഓസോണിന്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നു, അതല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നു. കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് ഓർ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ്. കാനോണിക്കൽ സ്ട്രക്ചറുകളെന്നോ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചറുകളെന്നോ നമുക്ക് ഈ റെസൊണൻസ് സ്ട്രക്ചേഴ്സിനെ പറയാം. സോ സ്ട്രക്ചർ 1 and 2 are called resonance structures of ozone. The resonance structures can be separated by putting a double-headed arrow between the structures. ആ സ്ട്രക്ചറുകൾക്കിടയിൽ ഒരു ഡബിൾ ഹെഡഡ് ആരോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റെസൊണൻസ് സ്ട്രക്ചറുകളെ തമ്മിൽ വേർതിരിച്ചെഴുതാം. ഇനി ഇവിടെ ഈ രണ്ട് സ്ട്രക്ചറുകളാണ് ഈ പറയുന്ന ഓസോണിന്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ്. ഈ രണ്ട് സ്ട്രക്ചറുകളുടെയും കൂടെ ഒരു ഇക്വലന്റ് സ്ട്രക്ചർ, ഇതിന്റെ ഇടയിലെ ഒരു സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ റെസൊണൻസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന് ഇക്വലന്റ് ആയിട്ട് ഇക്വലൻസി കൊടുത്തുകൊണ്ട് നമുക്ക് ഓസോണിന്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാവുന്നതാണ്. ഓസോൺ ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഡബിൾ ബോണ്ട് പോസിബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ആ ഡബിൾ ബോണ്ടിനെ ഡോട്ടൽ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മൾ ഈ രീതിയിൽ ആ ഒരു ഡബിൾ ബോണ്ട് റെപ്രസെന്റേഷൻ കാണിക്കുന്നു. ഇവിടെ നമുക്ക് ആക്ച്വൽ ഡബിൾ ബോണ്ടുകൾ ഇതിനകത്ത് വരച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെയും കാണിച്ചിട്ടില്ല. അതിനെ ഞാൻ സ്ട്രക്ചർ നമ്പർ 3 എന്ന് പറയുന്നു. ദിസ് സ്ട്രക്ചർ നമ്പർ 3 ഈസ് കോൾഡ് റെസൊണൻസ് ഹൈബ്രിഡ്. അപ്പൊ ഇതാണ് റെസൊണൻസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റെസൊണൻസ് ഹൈബ്രിഡ് ആണ് ഓസോണിന്റെ അല്ലെങ്കിൽ ആ പറയപ്പെടുന്ന മോളിക്യൂളിന്റെ യഥാർത്ഥ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതാണ് റെസൊണൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. അപ്പോൾ ഒരു മോളിക്യൂളിനെ 2 അതിൽ കൂടുതലോ സ്ട്രക്ചറുകളിൽ ഇതുപോലെ വരച്ചു വെക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ മോളിക്യൂൾ റെസൊണൻസ് എന്ന് പറഞ്ഞ പ്രതിഭാസം എക്സിബിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ മോളിക്യൂളിന്റെ യഥാർത്ഥ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഇൻഡിവിജ്വൽ സ്ട്രക്ചറുകളുടെയും ഒരു ഓവറോൾ എഫക്ട്, ഇത് രണ്ടും കൂടെ ചേർക്കും ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു സ്ട്രക്ചറാണ് ഈ റെസൊണൻസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. സോ ദ ആക്ച്വൽ സ്ട്രക്ചർ ഓഫ് the molecule is said to be a resonance hybrid of the possible structures, and each and every individual structures, ഓരോ സ്ട്രക്ചറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ അവരെ കാനോണിക്കൽ ഓർ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നോക്കാം ഇവിടെ ഇനി നമുക്ക് ഇവിടെ റെസൊണൻസിന്റെ സ്ട്രക്ചറുകളിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു മോളിക്യൂളിന്റെ റെസൊണൻസ് സ്ട്രക്ചറുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഒരു മോളിക്യൂളിൽ റെസൊണൻസ് എന്ന് പറഞ്ഞ ഫിനോമിന വരുമ്പോൾ ആ മോളിക്യൂൾ കൂടുതൽ സ്ഥിരതയുള്ളതായി മാറുകയാണ്, സ്റ്റെബിലിറ്റി അത് കൂടുതൽ അറ്റൈൻ ചെയ്യും. സോ നമുക്ക് ഇങ്ങനെ പറയാം, റെസൊണൻസ് സ്റ്റെബിലൈസസ് എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിനെ റെസൊണൻസ് സ്റ്റെബിലൈസ് ചെയ്യും. അതുപോലെ ബോണ്ട് പാരാമീറ്റേഴ്സ്, ഇപ്പം ബോണ്ട് ആംഗിൾ, അതുപോലെ തന്നെ ബോണ്ട് ലെങ്ത്, ഇതൊക്കെ ബോണ്ട് പാരാമീറ്റേഴ്സ് വാല്യൂസ് എടുക്കുമ്പോൾ റെസൊണൻസ് ഉള്ള ഒരു മോളിക്യൂളിനെ സംബന്ധിച്ച് ആ ബോണ്ട് പാരാമീറ്റേഴ്സിനെ മൊത്തത്തിൽ അത് ആവറേജ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മളിവിടെ ഓക്സിജൻ ഡബിൾ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 121 പൈക്കോമീറ്റർ ആണ്. ഓക്സിജൻ സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അബൌട്ട് 148 പൈക്കോമീറ്റർ ആണ്. ഇവിടെ നമുക്ക് പറയാം ഓക്സിജൻ ഡബിൾ ബോണ്ട് 148 പൈക്കോമീറ്റർ, ഓക്സിജൻ സിംഗിൾ ബോണ്ട് ലെങ്ത് 121 പൈക്കോമീറ്റർ ആണ്. പക്ഷെ നമ്മൾ റെസൊണൻസ് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ലെങ്ത് വ്യത്യാസമൊന്നും ഇതിൽ കാണില്ല. അപ്പൊ മനസ്സിലാക്കാം,
ഇവിടെ നമുക്ക് 128 പൈക്കോമീറ്റർ ആണ്, ഒരു ആവറേജ് വാല്യൂ ആണ് കിട്ടുന്നത്. ഇവിടെയും അത് തന്നെ 128 പൈക്കോമീറ്റർ. അപ്പൊ നമ്മൾ റെസൊണൻസ് ഹൈബ്രിഡിൽ ബോണ്ട് ലെങ്ത് വ്യത്യാസങ്ങളൊന്നുമില്ല. റെസൊണൻസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഓക്സിജന്റെ ഈ രണ്ട് ബോണ്ട് ലെങ്തുകളും തുല്യമായി അപ്പിയർ ചെയ്യുന്നു. അപ്പോൾ ഓസോണിന്റെ ബോണ്ട് ലെങ്തുകൾ സെയിം ആണ്, ദാറ്റ് ഈസ് 128 പൈക്കോമീറ്റർ. അതിന്റെ കാരണം അവിടെ റെസൊണൻസ് എന്ന് പറഞ്ഞ ഫിനോമിനൻ ഉണ്ട്. സോ റെസൊണൻസ് ഒരു മോളിക്യൂളിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിന്റെ ബോണ്ട് പാരാമീറ്റേഴ്സിനെ ആവറേജ് ചെയ്യുന്നു. ഇത്രയുമാണ് നമ്മൾ റെസൊണൻസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് പൊളാരിറ്റി ഓഫ് ബോണ്ട്സ് ആണ്. അതാ കോവാലന്റ് ബോണ്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അയോണിക് ക്യാരക്ടർ. കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ കോവാലന്റ് ബോണ്ട് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ അവർ ഇലക്ട്രോണിനെ മ്യൂച്വലി ഷെയർ ചെയ്യുന്നു. അപ്പോൾ അവരുടെ ആ ന്യൂക്ലിയസിന്റെ ഏകദേശം സെൻട്രലായിരിക്കും ഇലക്ട്രോണിന്റെ സ്ഥാനം. അതാണ് ഒരു ഐഡിയൽ കോവാലന്റ് ബോണ്ട്. നമ്മൾ കെമിസ്ട്രിയിലെ മോളിക്യൂളുകളെ പരിഗണിക്കുമ്പോൾ 100% കോവാലന്റ് പ്യുവറായിട്ടുള്ള കോവാലന്റ് ബോണ്ടുകൾ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ റയർ ആയിട്ടുള്ള ഹോമോഡയറ്റോമിക് മോളിക്യൂൾസിന്റെ ഒക്കെ കേസിൽ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു പ്യുവർ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ പ്യുവർ 100% കോവാലന്റ് ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ഒക്കെ കേസിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും സെയിം ആണ്, അവർക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ അവർ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺ കൃത്യമായി ആ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ മിഡിൽ പോയിന്റിൽ തന്നെയായിരിക്കും. അത് ഒരു ഏകദേശം ഒരു 100% പ്യുവർ കോവാലന്റ് ബോണ്ട് നമുക്ക് അവകാശം സാധിക്കാൻ പറ്റും. അതേസമയം നമ്മൾ മറ്റൊരു ഉദാഹരണം എടുക്കുന്നു. ഞാനിപ്പോൾ HF എടുക്കുന്നു. HF ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഇവിടെ ഹൈഡ്രജനും ഫ്ലൂറിനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ. നമുക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റം ഇലക്ട്രോണിനെ അതിന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. ഫ്ലൂറിന് പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി അനുസരിച്ച് 4 ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈഡ്രജന് 2.1 ആണ്. അപ്പൊ ഫ്ലൂറിന് ഏകദേശം ഹൈഡ്രജന്റെ ഇരട്ടി ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്. അപ്പം ഇവർ ഷെയർ ചെയ്തിരിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു കോവാലന്റ് ബോണ്ടാണ്. അപ്പം ഈ കോവാലന്റ് ബോണ്ടിൽ ഇവർ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിനെ ഫ്ലൂറിന് അതിന്റെ അടുത്തേക്ക് കുറച്ച് അട്രാക്ട് ചെയ്യുന്നു. അതിന്റെ ഭാഗമായി ഫ്ലൂറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും അതുപോലെ തന്നെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഹൈഡ്രജന് ലഭിക്കുന്നു. ഡെൽറ്റ, ഗ്രീക്ക് ആൽഫബറ്റിലെ ഡെൽറ്റ എന്ന അക്ഷരമാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അത് കാണിക്കുന്നത് പാർഷ്യൽ ചാർജസിനെയാണ്. പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. എന്തുകൊണ്ട് ഇവിടെ ഫ്ലൂറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടി? കാരണം ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈഡ്രജനേക്കാൾ വളരെ കൂടുതലാണ്. അപ്പൊ ആ ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇലക്ട്രോണുകളെ ഫ്ലൂറിന് അതിന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യുന്നു. ഹൈഡ്രജനിൽ നിന്ന് കുറച്ച് ഇലക്ട്രോണുകൾ മാറി നിൽക്കുന്നു, ഫ്ലൂറിന്റെ അടുത്തേക്ക് കയറി നിൽക്കുന്നു. അതിന്റെ ഭാഗമായി ഫ്ലൂറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു കോവാലന്റ് ബോണ്ടാണ്, പക്ഷെ അതിലൊരു ചെറിയ ചാർജ് സെപ്പറേഷൻ വന്നിരിക്കുന്നു. ഇങ്ങനെ കോവാലന്റ് ബോണ്ടിൽ ചാർജ് സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പാർഷ്യൽ ചാർജസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. അതിനെയാണ് നമ്മൾ പാർഷ്യൽ അയോണിക് ക്യാരക്ടർ ഓഫ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ കോവാലന്റ് ബോണ്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അയോണിക് സ്വഭാവം, ക്യാരക്ടർ, അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിനെയാണ് പൊളാരിറ്റി ഓഫ് ബോണ്ട്സ് എന്ന് പറയുന്നത്. ഈ പൊളാരിറ്റി ഓഫ് ബോണ്ട്സിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, കോവാലന്റ് ബോണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന അയോണിക് ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പീറ്റർ ഡിബേ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ പീറ്റർ ഡിബേ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി, ഒരു വെക്ടർ ക്വാണ്ടിറ്റിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഈ പൊളാരിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ, കോവാലന്റ് ബോണ്ടിൽ വന്നിരിക്കുന്ന പോളാർ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പൊളാരിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൈപോൾ മൊമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതെന്താണ് നോക്കാം. ഡൈപോൾ മൊമെന്റ്. ഈ ഡൈപോൾ മൊമെന്റിനെ നമ്മൾ ഗ്രീക്ക് ആൽഫബറ്റിലെ മ്യൂ എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ മ്യൂ ആൻഡ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പോസിബിൾ ആണ്. അപ്പൊ ഡൈപോൾ മൊമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജ്, ഒരു നെഗറ്റീവ് ചാർജ്, ഇവരെ തമ്മിൽ ഒരു R എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇത് പ്ലസ് ക്യൂ, ഇത് മൈനസ് ക്യൂ. മാഗ്നിറ്റ്യൂഡിൽ രണ്ടുപേരുടെയും ചാർജ് സെയിം ആണ്, വാല്യൂ സെയിം ആണ്, അവരുടെ സൈൻ ഡിഫറെന്റ് ആണ്, പ്ലസ് ക്യൂ മൈനസ് ക്യൂ. സോ two oppositely charges separated by a very small distance r, then mu, dipole moment, is given by 1 of the charge into distance between the charges. ഇതിൽ ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെ ക്യൂവിനെ ആ ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് വാല്യൂ കിട്ടും. അപ്പൊ നമ്മൾ ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ കൂളംബ് മീറ്റർ ആണ് സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. SI സിസ്റ്റത്തിൽ നമ്മുടെ ഡൈപോൾ മൊമെന്റ് യൂണിറ്റ് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കൂളംബ് മീറ്റർ. ഇനി നമ്മൾ നോർമൽ യൂണിറ്റ്, അതിന്റെ പ്രാക്ടിക്കൽ യൂണിറ്റിലേക്ക് വന്നാൽ നമുക്ക് കുറച്ചുകൂടെ കൺവിൻസിംഗ് ആയിട്ട് ഈ പറയുന്ന മ്യൂവിന് അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റിന് മറ്റൊരു യൂണിറ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, ഡിബേ. കാരണം പീറ്റർ ഡിബേ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്.
അപ്പോൾ അദ്ദേഹത്തെ ഓണർ ചെയ്യാനായിട്ട് ഡിബെ എന്ന് പറഞ്ഞ യൂണിറ്റിലും നമ്മൾ ഡൈപോൾ മൊമെന്റ് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അതിന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡി ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഡിബെ എന്ന് പറഞ്ഞാൽ 3.33564 into 10⁻⁻30 കൂളംബ് മീറ്റർ. സോ ദിസ് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ കൂളംബ് മീറ്റർ ആൻഡ് ഡിബെ. അപ്പോൾ ഒരു ഡിബെ എന്ന് പറയുന്നത് 3.33564 into 10⁻⁻30 കൂളംബ് മീറ്റർ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ യൂണിറ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡൈപോൾ മൊമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഒരു ക്രോസ്ഡ് ആരോ മാർക്ക്, ഇങ്ങനെ ഒരു ഹെഡ് ടെയിൽ ഫാഷനിൽ ഒരു ക്രോസ്ഡ് ആരോ മാർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡൈപോൾ മൊമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഉദാഹരണത്തിൽ ഈ ക്രോസ്ഡ് ആരോ മാർക്ക്, ഇത് ഹെഡ്, ഇത് ടെയിൽ. അപ്പം ഇവിടെ പറയുന്നത് ഇലക്ട്രോൺ എവിടുന്ന് എങ്ങോട്ടാണ് ഇലക്ട്രോണിന്റെ ഷിഫ്റ്റിംഗ്, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് സെന്ററിന്റെ അടുത്തേക്കാണ് ഈ ഹെഡ് പ്രൊജക്ട് ചെയ്യുന്നത്. ക്രോസ്ഡ് ആരോ മാർക്കിന്റെ ടെയിൽ പാർട്ട് പോസിറ്റീവ് സെന്ററിന്റെ അടുത്തേക്കാണ്. സോ HF ഹൈഡ്രജൻ ഫ്ലൂറിഡ് മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ പോസിറ്റീവ് സെന്ററിൽ നിന്ന് നെഗറ്റീവ് സെന്ററിലേക്കാണ്, പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ്. ആ ഒരു ഫാഷനിലാണ് ഡൈപോൾ മൊമെന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദിസ് ഹെഡ് റെപ്രസെന്റ് or it projecting towards the negative center and tail represent or it projecting towards the positive center. ആ രീതിയിലാണ് നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഡൈപോൾ മൊമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അത് കിട്ടണമെങ്കിൽ നമ്മൾ ചാർജിനെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് യൂണിറ്റ് കൂളം മീറ്റർ എന്ന് കിട്ടുന്നു. SI സിസ്റ്റത്തിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. അതുപോലെ ഡിബെ, പീറ്റർ ഡിബെ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ അല്ലെങ്കിൽ ഡിബെ എന്ന് പറഞ്ഞ യൂണിറ്റിലും നമുക്ക് ഈ മ്യൂ എന്ന് പറഞ്ഞ ഡൈപോൾ മൊമെന്റ് റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് ഡിബെയും അതുപോലെ തന്നെ കൂളം മീറ്ററും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പൊ ഡൈപോൾ മൊമെന്റ് എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ദ പാർഷ്യൽ അയോണിക് ക്യാരക്ടർ ഓഫ് കോവാലന്റ് ബോണ്ട്. ഒരു കോവാലന്റ് ബോണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന അയോണിക് സ്വഭാവം, അയോണിക് ക്യാരക്ടറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ഈ പറഞ്ഞ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞ വെക്ടർ ക്വാണ്ടിറ്റിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈപോൾ മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ആപ്ലിക്കേഷനിലേക്ക് വരാം. ഡൈപോൾ മൊമെന്റിന്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ ഇനി അടുത്ത് പഠിക്കുന്നത്. അവിടെ നമുക്ക് NCERT ടെക്സ്റ്റിൽ പ്രധാനപ്പെട്ട ഒരു 4 എക്സാമ്പിളുകൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഡൈപോൾ മൊമെന്റ് വാല്യൂസിനെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡൈപോൾ മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ലീനിയർ ജോമെട്രി ഉള്ള മോളിക്യൂളാണ്, ലീനിയർ സ്ട്രക്ചർ ആണ് കാർബൺ ഡൈ ഓക്സൈഡിനുള്ളത്. അപ്പൊ നമുക്കറിയാം ഇവിടെ 2 ഡബിൾ ബോണ്ടുകളാണ് ഓക്സിജനിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. കാർബൺ ഓക്സിജനിലേക്ക്, ഓക്സിജന് കാർബണിനെക്കാട്ടി ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പം എന്തായാലും ഈ റൈറ്റ് സൈഡിലേക്കുള്ള കാർബൺ ഓക്സിജൻ ബോണ്ടിൽ ഒരു ഡൈപോൾ മൊമെന്റ് റൈറ്റ് സൈഡിലേക്ക് കാണും. അതേ സമയം തന്നെ ലെഫ്റ്റ് സൈഡിലേക്കും ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. കാരണം ലെഫ്റ്റ് സൈഡിലേക്കും ഒരു കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ ലീനിയർ സ്ട്രക്ചർ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലീനിയർ സ്ട്രക്ചർ കൊണ്ട് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 വെക്ടറുകൾ പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് 2 ബോണ്ടിലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, അവരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ നമുക്കറിയാം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന 2 വെക്ടറുകൾ ക്യാൻസൽ ആയി പോകും. അങ്ങനെ റൈറ്റിലേക്കുള്ള വെക്ടറിനെ ലെഫ്റ്റിലേക്കുള്ള വെക്ടർ ക്യാൻസൽ ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആകുന്നു. അതിന് കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ക്യാൻസലേഷൻ ഓഫ് 2 വെക്ടേഴ്സ് which are in equal and opposite direction. അങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡൈപോൾ മൊമെന്റ് 0 എന്ന് ലഭിക്കുന്നു. അതിന്റെ ലീനിയർ സ്ട്രക്ചർ ആണ് അതിന് കാരണം. അതുപോലെ തന്നെ നമ്മൾ BF3 എന്ന് പറഞ്ഞ മോളിക്യൂളിനെ പരിഗണിക്കുന്നു. BF3 ബോറോൺ ട്രൈഫ്ലൂറൈഡ്, ഏകദേശം ഇതിനൊരു ട്രയഗണൽ പ്ലാനാർ ജോമെട്രിയാണ്. അപ്പൊ ഏകദേശം എന്താ ഇങ്ങനെ ഇരിക്കുന്നു. 3 ഫ്ലൂറിനാണ് BF3ക്ക് ചുറ്റുമുള്ളത്. ഒരു ട്രയഗണൽ പ്ലാനാർ ജോമെട്രിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫ്ലൂറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി ബോറോണിനെക്കാട്ടി കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ ഫ്ലൂറിലേക്കാണ് അവിടുത്തെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കും, ഒരു ഡയറക്ഷനിലുള്ള വെക്ടർ ബാക്കി 2 ഡയറക്ഷനിലെ വെക്ടർ, ഇപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന 2 വെക്ടറുകൾ, 2 ഡൈപോൾ മൊമെന്റ് റൈറ്റ് സൈഡിലേക്കുള്ള വെക്ടറിനെ എക്സാക്ട്ലി ക്യാൻസൽ ചെയ്യുന്നു. അപ്പം റിസൾട്ടന്റ് വെക്ടർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷന് വരികയും ഏകദേശം ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും 2 വെക്ടറുകൾ വരുന്നുണ്ട്. അവർ ഇവിടെ ക്യാൻസൽ ആവുന്നു. ഇവിടെ BF3യുടെ കേസിലും നമുക്ക് ഡൈപോൾ മൊമെന്റ് 0 എന്ന് കിട്ടും. ഏതെങ്കിലും 2 വെക്ടറുകൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന മറ്റൊരു വെക്ടറിനെ ക്യാൻസൽ ആക്കുന്നു. അപ്പൊ റിസൾട്ടന്റ് വെക്ടർ, നെറ്റ് വെക്ടർ അല്ലെങ്കിൽ വെക്ടർ സമ്മേഷൻ എടുക്കുമ്പോഴത്തേന് നമുക്കിവിടെ മ്യൂ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഇവിടെയും ഡൈപോൾ മൊമെന്റ് 0 എന്ന് കിട്ടുന്നു. BF3യുടെയും ഡൈപോൾ മൊമെന്റ് നമുക്ക് 0 എന്നാണ് കിട്ടുന്നത്. അതിന്റെ ട്രയഗണൽ പ്ലാനാർ ജോമെട്രിയാണ് അതിന് കാരണം. ഇവിടെയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്ടറുകളുണ്ട്.
ലെഫ്റ്റിലേക്കുള്ള ഈ രണ്ട് വെക്ടറുകൾ റിസൾട്ടന്റ്, ആ റിസൾട്ടന്റിനെ റൈറ്റ് സൈഡിലേക്കുള്ള വെക്ടർ ക്യാൻസൽ ആക്കുന്നു ഏകദേശം ഈ ഫാഷനിൽ. അപ്പൊ ദ നെറ്റ് ഡൈപോൾ മൊമെന്റ് ഓഫ് BF3 ഈസ് ഫൗണ്ട് ടു ബി 0. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും BF3യുടെയും കേസിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഡൈപോൾ മൊമെന്റിൽ വാട്ടറിന്റെ ഡൈപോൾ മൊമെന്റ് ഒന്ന് പരിശോധിക്കാം. നമുക്കറിയാം വാട്ടറിന്റെ കേസിൽ വാട്ടറിന് ഒരു വി ഷേപ്പ് ഓർ ബെൻഡ് ഷേപ്പ് ആണ് നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓക്സിജൻ, 2 ഹൈഡ്രജൻ. ഇവിടെ ഓക്സിജനിൽ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതിനെ നമുക്ക് ഇങ്ങനെ കാണിക്കാം, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും ഇവിടെ അവർക്കും ഡൈപോൾ മൊമെന്റ് ഉണ്ട്. എപ്പോഴും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന്റെ ഡൈപോൾ മൊമെന്റ് ആ മോളിക്യൂളിന്റെ വെളിയിലേക്കായിരിക്കും പ്രൊജക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കൊണ്ടുള്ള ഡൈപോൾ മൊമെന്റ് എപ്പോഴും ആ മോളിക്യൂളിന്റെ വെളിയിലേക്ക്, ഈ പ്രൊജക്ട് ഔട്ട്വേർഡ് എന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെ ഓക്സിജൻ ഹൈഡ്രജൻ 2 ബോണ്ട് ലെങ്തുകളുണ്ട്. അപ്പൊ ഹൈഡ്രജനേക്കാൾ ഓക്സിജൻ ഇലക്ട്രോണിറ്റി കൂടുതലായതുകൊണ്ട് ഇവിടുത്തെ വെക്ടറുകൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഓക്സിജനിലേക്കാണ് ആ വെക്ടറുകൾ, ആ ഡൈപോൾ മൊമെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, വാട്ടറിന്റെ കേസിൽ ലോൺ പെയറുകൾ കൊണ്ടുള്ള ഡൈപോൾ മൊമെന്റും അതുപോലെ ബോണ്ട് പെയറുകൾ കൊണ്ടുള്ള ഡൈപോൾ മൊമെന്റും ഒരേ ഡിറക്ഷനിൽ തന്നെ പോകുന്നതായിട്ട് കാണാം. ഒരേ ഡിറക്ഷനിൽ പോകുന്ന വെക്ടറുകളെ ആഡ് ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരിക്കലും ഈ വാട്ടറിന്റെ കേസിൽ ഒരിക്കലും ഡൈപോൾ മൊമെന്റ് 0 ആകില്ല. ഒരേ ഡിറക്ഷനിൽ പോകുന്നുണ്ട്. നമുക്ക് പറയാം ഇവിടുത്തെ മ്യൂ വാല്യൂ 1.85 ഡിബെ ആണെന്ന് പറയാം. കൃത്യമായ ഒരു വാല്യൂ ഉണ്ട്, 1.85 ഡിബെ. ഇതിനെ വേണമെങ്കിൽ കൂളം മീറ്ററിലും പറയാം. ഡിബെ ആണ് കുറച്ചുകൂടെ എക്സ്പ്രസ് ചെയ്യാൻ എളുപ്പം, അതുകൊണ്ട് ആ വാല്യൂ ചൂസ് ചെയ്യുന്നു. അപ്പം മ്യൂ ഈക്വൽ ടു 1.85 ഡിബെ, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പം വാട്ടറിന്റെ കേസിൽ വ്യക്തമായ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്, 1.85 ഡിബെ. അതിന് കാരണം ഇവിടുത്തെ ബോണ്ടിങ് ഇലക്ട്രോൺ പെയറുകൾ ഉള്ള ഡൈപോൾ മൊമെന്റും ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന്റെ ഡൈപോൾ മൊമെന്റും ഒരേ ഡിറക്ഷനിൽ പോകുന്നുണ്ട്. നമുക്കിവിടെ വെക്ടർ ആഡ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇവിടെ ക്യാൻസലേഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മ്യൂ ഈക്വൽ ടു 1.85 ഡിബെ എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ മറ്റു 2 ഉദാഹരണങ്ങൾ NCERT ടെക്സ്റ്റിൽ പറയുന്നു, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ മനസ്സിലാക്കാം, നമ്മൾ അമോണിയയുടെ കേസിൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ പിരമിഡൽ ഷേപ്പാണ്. നൈട്രജനിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അതുപോലെ അമോണിയയ്ക്ക് ഐസോ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരേ ഷേപ്പുള്ള ഒരു മോളിക്യൂളാണ് NF3, നൈട്രജൻ ട്രൈഫ്ലൂറിഡ്. ഇവിടെ സെയിം ഷേപ്പാണ്, രണ്ടുപേർക്കും പിരമിഡൽ ഷേപ്പാണ്. ഇവിടെ അമോണിയയുടെ ഡൈപോൾ മൊമെന്റ് ഏകദേശം 1.47 ഡിബെ ആണ്. പക്ഷെ അതേ സ്ട്രക്ചറും ഹൈബ്രിഡൈസേഷനും ഉള്ള NF3യിലേക്ക് നമ്മൾ വരുമ്പോൾ the dipole moment is found to be only 0.23 ഡിബെ. അപ്പം അമോണിയയുടെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 1.47 ആണ്. അതേ സ്ട്രക്ചറുള്ള NF3 ഡൈപോൾ മൊമെന്റ് കുറഞ്ഞു പോയി 0.23 ഡിബെ. നമുക്കിത് എന്താണെന്ന് പരിശോധിക്കാം. ഡൈപോൾ മൊമെന്റ്, അതായത് ലോൺ പെയർ കൊണ്ടുള്ള ഡൈപോൾ മൊമെന്റ് എപ്പോഴും മോളിക്യൂളിന് വെളിയിലേക്കായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഹൈഡ്രജനും നൈട്രജനും കൂടെ ഇലക്ട്രോനെഗറ്റിവിറ്റി താരതമ്യം ചെയ്യുമ്പോൾ നൈട്രജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് കമ്പയർഡ് ടു ഹൈഡ്രജൻ. അപ്പൊ ഇവിടുത്തെ വെക്ടറുകളെല്ലാം ഈ ഒരു ഡയറക്ഷനിൽ നൈട്രജനിലേക്കായിരിക്കും ആ വെക്ടറുകൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അമോണിയയിലേക്ക് നോക്കുമ്പോൾ ഈ ലോൺ പെയർ കൊണ്ടുണ്ടാകുന്ന വെക്ടറും ബോണ്ട് പെയർ കൊണ്ടുണ്ടാകുന്ന വെക്ടറും എല്ലാം ഒരേ ഡിറക്ഷനിൽ പോകുന്നുണ്ട്. അവരെല്ലാം ആഡ് ചെയ്യുന്നു. അവിടെ ക്യാൻസലേഷൻ എഫക്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മ്യൂ വാല്യൂ 1.47 ഡിബെ ആണെന്ന് പറയാൻ പറ്റും. അതേസമയം നമ്മൾ NF3യിലേക്ക് വരുമ്പോൾ ഫ്ലൂറിൻ നൈട്രജനെക്കാട്ടി കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പൊ ഫ്ലൂറിനിലേക്കാണ് ആ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലോൺ പെയർ കൊണ്ടുണ്ടാകുന്ന വെക്ടറിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബോണ്ട് പെയറുകളുടെ വെക്ടറുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് ക്യാൻസലേഷൻ നടക്കുന്നു. കാരണം ലോൺ പെയറിന്റെ വെക്ടറിനെ ബോണ്ട് പെയറുകളുടെ 3 വെക്ടറുകൾ ക്യാൻസൽ ആകുന്നു. കാരണം 3 എണ്ണം താഴേക്ക് വരണം, മുകളിലോട്ടും അല്ലേ. സോ ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ദേ ക്യാൻസൽ, സം ക്യാൻസലേഷൻ ഓക്കേഴ്സ് and as a result mu equal to 0.23 ഡിബെ. അപ്പം NF3ക്കും NH3ക്കും തമ്മിൽ ഡൈപോൾ മൊമെന്റിലെ വാല്യൂവിലെ വ്യത്യാസം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, NH3യിൽ എല്ലാ ഡൈപോൾ മൊമെന്റുകളും ഒരേ ഡയറക്ഷനാണ്. അത് പരസ്പരം കൂട്ടി 1.47 ഡിബെ എന്ന് കിട്ടുന്നു. അതേസമയം NF3യിലേക്ക് വരുമ്പം എല്ലാ വെക്ടറുകളും ഒരേ ഡയറക്ഷൻ അല്ല. ലോൺ പെയറിന്റെ വെക്ടറിനെയും ബോണ്ട് പെയറുകളുടെ വെക്ടർ കുറച്ച് ക്യാൻസലൈസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നുണ്ട് മ്യൂ ഈക്വൽ ടു 0.23 ഡിബെ എന്നാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഒരേ സ്ട്രക്ചറുള്ള 2 മോളിക്യൂളുകൾക്ക് 2 ഡിഫറന്റ് ഡൈപോൾ മൊമെന്റ് സാധ്യമാണ്. അതിനൊരു നല്ല ഉദാഹരണമാണ് NH3യും NF3യും. ഇത്രയുമാണ് നമുക്ക് NCERT ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി പറയുന്ന കുറച്ച് എക്സാമ്പിൾസ് ഡൈപോൾ മൊമെന്റിന്റെ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓക്കെ.